കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ യൂറീക്ക മാസിക കുട്ടികളുടെ രചനാ ശില്പശാല സംഘടിപ്പിച്ചു. കണ്ണൂർ പരിഷത്ത് ഭവനിൽ യൂറീക്ക എഡിറ്റർ KR അശോകൻ മാസ്റ്റർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള കുട്ടികളുടെ ശാസ്ത്ര മാസികയാണ് യൂറീക്ക. വർഷത്തിൽ ഒരു മാസത്തെ യൂറീക്കയുടെ പ്രസിദ്ധീകരണം കുട്ടികളുടെ രചനകൾ മാത്രം ഉൾപ്പെടുത്തി പൂർണ്ണമായും കുട്ടികൾ മാത്രം ഉൾപ്പെടുന്ന പത്രാധിപ സമിതിയാണ് നിർവഹിക്കുന്നത്. ഈ പ്രവർത്തനത്തിനായി കുട്ടികളെ തയ്യാറാക്കുക, അതുവഴി കുട്ടികളിലെ എഴുത്തും വരയും ശാസ്ത്രാശയ വിനിമയ നൈപുണ്യം പരിപോഷിപ്പിക്കുക എന്നീ ഉദ്ദേശങ്ങളോടെയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാനത്തെ വിവിധ മേഖലകളിലായി രചനാ ശില്പശാലകൾ സംഘടിപ്പിച്ചു വരുന്നത്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ വടക്കൻ മേഖലാ ശില്പശാലയാണ് കണ്ണൂർ പരിഷത്ത് ഭവനിൽ നടന്നത്. യൂറീക്ക മാസിക എഡിറ്റർ KR അശോകൻ മാസ്റ്റർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. 1970 മുതൽ ആരംഭിച്ച കുട്ടികളുടെ ശാസ്ത്ര മാസികയാണ് യൂറീക്ക. എത്ര വർഷമായി എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും അല്ലേ? 70 ശേഷം ഒരു 30 വർഷം, പിന്നീട് ഒരു 25 വർഷം അല്ലേ, അങ്ങനെ ഒരു 55 വർഷം. ഈ യൂറീക്ക ഇന്നത്തെ കേരളത്തെയും രാജ്യത്തെയും ലോകത്തെ തന്നെയും എന്ന് വേണമെങ്കിൽ പറയാം, വിവിധ രംഗങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രവർത്തിക്കുന്ന മുൻനിര പ്രവർത്തകർ, തൊഴിലാളികൾ, ശാസ്ത്രജ്ഞർ, രാഷ്ട്രീയ പ്രവർത്തകർ, അവരെയൊക്കെ രൂപപ്പെടുത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച പ്രസ്ഥാനം തന്നെയാണ്. യൂറീക്ക അസോസിയേറ്റ് എഡിറ്റർ ഡോക്ടർ രമേശൻ കടൂർ, പത്രാധിപ സമിതി അംഗങ്ങളായ നാരായണൻ മാസ്റ്റർ, ഷിനോജ് രാജ്, NP സിന്ധു എന്നിവർ ശില്പശാലയിൽ ക്ലാസുകൾ നൽകി. കുട്ടികളോടൊപ്പം രക്ഷിതാക്കൾക്കും വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ PV പുരുഷോത്തമൻ, മനഃശാസ്ത്ര വിദഗ്ധ ലിഷ ബിനോയ് എന്നിവരും ക്ലാസ് എടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രവർത്തകരായ ബിജു നെടുവാലൂർ, PV വത്സരാജ്, ദിവാകരൻ മാസ്റ്റർ, ബാലകൃഷ്ണൻ മാസ്റ്റർ, വിലാസിനി ടീച്ചർ, ബിനോയ് മാത്യു, സുജ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം Facebook, YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.